നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ അപ്ഡേഷനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സ്പേഴ്സിന്റെ ഒരു ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഡാനിയൽ ലീവിനെ അറിയുന്നത് കൊണ്ട് പല റൂമേഴ്സും നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷേ ബോർമൗത്തിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഡൊമിനിക് സോളങ്കിയെ 65 മില്യന്റെ ഒരു പാക്കേജ് കൊടുത്ത് സ്പേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഫബ്രിസിയോ റൊമാനോ, ഡേവിഡ് ഓൺസ്റ്റൺ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുള്ളത്. 6 വർഷത്തെ കോൺട്രാക്ട് പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഐവൻ ടോണി ആയിരുന്നു. പക്ഷേ ഐ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം സോളാങ്കി ടു ദ ടീം. ആൻഡ് പോസ്റ്റ്കോഗ്ലു എന്തായാലും പുള്ളിയായിട്ട് സംസാരിച്ച് കാണും. ഹാരി കെയ്ൻ കളിച്ചിരുന്ന ഒരു ബിഗ് റോളിലേക്കാണ് പുള്ളി വരുന്നത്. നല്ലൊരു ഇമ്പാക്ട് ഈ ഒരു സീസണിൽ കൊണ്ടുവരാൻ സോളാങ്കിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ചെൽസി ഓരോ വീക്കിലും സർപ്രൈസിംഗ് ആയിട്ട് പുതിയ സൈനിങ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പെഡ്രോ നെറ്റോയെ 60 മില്യന്റെ പാക്കേജിലാണ് ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വിങ്ങിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഡിസ്കഷനിൽ SK ആയിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേർലിങ്ങിന്റെ കാര്യം, പുള്ളി ഡ്രിബ്ലിങ്ങിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ ഒരുപാട് മിസ് ഓപ്പർച്യൂണിറ്റി ചെൽസി സൈഡിൽ നിന്ന് കാണാറുണ്ട്. പെഡ്രോ നെറ്റോയുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റ് ആയാലും ക്രോസുകളായാലും ഗോളുകളായാലും നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. എന്തായാലും മരസ്ക ഈ ഒരു സ്ക്വാഡിൽ എത്ര മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അറിയില്ല. കാരണം സ്ക്വാഡ് ട്രിം ചെയ്യേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ്. ഈ ഒരു ബിഗ് സ്ക്വാഡ് വെച്ചിട്ട് പുള്ളി ഒരു കോർ ടീമിനെ ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂൾ മാർട്ടിൻ സുബിമണ്ടിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഫൈനൽ അഗ്രിമെന്റ് ആയില്ല എന്നുള്ള വാർത്തയാണ് പല സോഴ്സും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്ലേയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർപൂൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സുബിമണ്ടി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവാണ്. വലിയ രീതിയിലുള്ള സൈനിങ്സ് ഒന്നും ലിവർപൂൾ ഈ ഒരു സീസണിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എസ്പെഷ്യലി പ്രീ സീസൺ നോക്കുമ്പോൾ പോസിറ്റീവാണ്. പക്ഷേ കൂടുതൽ സൈനിങ് വന്നിട്ടില്ലെങ്കിൽ ഡിഫൻസിലും മിഡ്ഫീൽഡിലൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും സുബിമണ്ടി മിഡ്ഫീൽഡിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ വാൻ ബിസാക്ക യുണൈറ്റഡ് വിടുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. വെസ്റ്റ് ഹാം പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് രംഗത്തുണ്ട്. ഒരു റൗണ്ട് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു. അവസാന ഘട്ടത്തിലെ പേയ്മെന്റ് സ്ട്രക്ചറിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള വാർത്ത ഫബ്രിസിയോ റൊമാനോ ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച വാൻ ബിസാക്ക പുറത്തേക്ക് പോകാനുള്ള ഒരു വലിയ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഡിലീറ്റുമായിട്ടും ഉഗാറ്റയുമായിട്ടും ഒക്കെ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ ഡീല് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ സൈനിങ്സ് യുണൈറ്റഡിന്റെ ടീമിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഡേവിഡ് ദെഹയുടെ ഒരു പുതിയ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഡേവിഡ് ദെഹ എങ്ങോട്ട് പോയി എന്ന് നമുക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. പുള്ളി യുണൈറ്റഡ് വിട്ടതിന് ശേഷം കാര്യമായിട്ടുള്ള ന്യൂസും നമ്മൾ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോ പുള്ളി പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഫെറന്റീനയുമായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്ട് ദെഹയ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഇമ്പാക്ട് പുള്ളിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.